രണ്ട് രൂപത്തിലുണ്ട്. കപടവിശ്വാസം രണ്ട് രൂപത്തിൽ പറയാൻ സാധ്യമാണ്. ഒന്ന്, വിശ്വാസത്തിൻ്റെ മേലുള്ള കാപട്യം. വിശ്വാസത്തിൻ്റെ മേലുള്ള കാപട്യം. രണ്ട്, കർമ്മത്തിലുള്ള കാപട്യം. മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ രണ്ടായിട്ട് വേർതിരിച്ചതിനെ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വഹാബത്തുൽ കിറാമിലുള്ള 30ഓളം വരുന്നതായ സ്വഹാബത്തുകൾ പേടിച്ചതും ഈ കാപട്യത്തിനെയാണ്. മഹാനാകുന്ന ഇബ്നു അബീ മുകൈർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കുന്നു. അദ്റക സലാസീന മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫൂന നിഫാഖ അല നഫ്സിഹി. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനാകുന്ന അബീ മുകൈർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സ്വഹാബത്തുൽ കിറാമിൽ നിന്നുള്ള 30ഓളം വരുന്ന സ്വഹാബത്ത് തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേലെ, മറ്റൊരാളുടെ ശരീരത്തിൻ്റെ മേലല്ല, തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ മേലെ അവർ നിഫാഖിനെ, കാപട്യത്തിനെ പേടിച്ചുകൊണ്ട് നടന്നു. അവരുടെ ജീവിതം അവസാനം വരെയും അവർ സൂക്ഷ്മത പുലർത്തി എന്ന് മഹാനാകുന്ന അബീ മുകൈർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം ശരീരത്തിൽ നിഫാഖുണ്ടോ, കാപട്യമോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു സ്വഹാബത്തുൽ കിറാം. 30ഓളം വരുന്ന സ്വഹാബത്ത് ചെക്ക് ചെയ്തു എന്നാണ്. അപ്പോൾ ഞാനും നിങ്ങളും അത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ഈമാനിന് നിഫാഖ് സംഭവിച്ചിട്ട് പോയിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചർച്ച ചെയ്യേണ്ടതാണ്. മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാകുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹുവോട് ചോദിക്കുമായിരുന്നു, അല്ലയോ ഹുദൈഫ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ ഒരുപാട് ആളുകളെ അവിടുന്ന് മുനാഫിക്കാണെന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ലിസ്റ്റിൽ പാവപ്പെട്ടവനാകുന്ന ഉമർ ബിൻ ഖത്താബ് ഉണ്ടോ ഹുദൈഫ? ഹബീബായ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് മഹാനാകുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ചോദിക്കുകയാണ്, ആരാണ് ചോദിക്കുന്നത്? ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ രണ്ടാമത്തെ ഖലീഫയാകുന്ന മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ആ എണ്ണപ്പെട്ടതായ മുനാഫിഖീങ്ങളുടെ കൂട്ടത്തില് ഈ ഹുദൈഫ, ഈ മഹാനാകുന്ന ഉമർ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അവിടുന്ന് എൻ്റെയും നിങ്ങളുടെ ഈമാനിനെ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് സർജറിക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ സമയത്താണ് മഹാനാകുന്ന റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത ഹദീസിനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവത്രേ, യദേ ആയത്തുൽ മുഅ്മിനീങ്ങളുടെ ആയത്തുകളെ പറ്റിയിട്ട്, അവരുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു വിശദമായി പറഞ്ഞു കൊടുത്തിട്ട് മഹാനാകുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് മുനാഫിഖീങ്ങളുടെ ആയത്തുകളെ പറ്റിയിട്ട്, അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അല്ലയോ ഉമർ ബിൻ ഖത്താബ്, അല്ലയോ ഉമർ തങ്ങളെ, കാപട്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട് ഉമർ തങ്ങളെ. ഒന്നാമത്തെ കാപട്യം എന്തെന്നറിയോ? അത് ഈമാനിന്റെ കാപട്യമാണ്. ഈമാനിലുള്ള കാപട്യമാണ് ഒന്നാമത്തത്. അത് ഏതെന്നറിയോ? മഹാനാകുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈമാനുള്ള കാപട്യമാണ് ഒരു മനുഷ്യനുള്ളത്. അത് എങ്ങനെയുള്ള കാപട്യമാണ്? അതല്ലേ മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ മുന്നിൽ പറന്നിറങ്ങിയിട്ട് ചോദിച്ചില്ലയോ, അഖ്ബറനീ അനിൽ ഈമാൻ, നബിയേ, ഈമാനിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് മഹാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീലിനോട് പറഞ്ഞു കൊടുക്കുന്നു, അൻതുമിനു ബില്ലാഹി വൽ മലായികതിഹി വകുതുബിഹി വറസുലിഹി വൽ യൗമിൽ ആഖിരി വഖദരിഹി വശർരിഹി
മിനല്ലാഹി തആല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ജിബ്രീലിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഈമാൻ കാര്യങ്ങൾ 6 ജിബ്രീലേ. ഒന്നാമത്തേത് എന്തെന്നറിയോ? അത്തുമിനു ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കല. ഒന്നാമത്തത് അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കല. വിശ്വാസത്തിൽ എനിക്കും നിങ്ങൾക്കും ചോർച്ച സംഭവിച്ചു പോയിട്ടുണ്ട്. ഒന്ന് പരിശോധന ചെയ്യേണ്ടത് നല്ലതാണ്. ഞാനും നിങ്ങളും അതേ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നവരല്ലേ. എന്തേ കാരണമെന്നറിയോ? എന്റെയും നിങ്ങളുടെയും ആരോഗ്യനില ഒന്നതേ പരിശോധിക്കാൻ വേണ്ടി ചെക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഈമാനിനെ ചെക്കപ്പ് ചെയ്യേണ്ട സമയം അടുത്തിരിക്കുകയാ. ഒന്നാമത്തെ ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തത് അത്തുഅ്മിനു ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കലാണ്. ഇന്ന് അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ഞാനും നിങ്ങൾ പറയുന്നു, പക്ഷെ വിശ്വാസമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാനും നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ യഥാർത്ഥ മുഅ്മിനായിട്ടില്ല, വിശ്വാസം വന്നിട്ടില്ല. ഒരു അണുമണി തൂക്കമെങ്കിലും അല്ലാഹന്റെ വിശ്വാസത്തിൽ നിന്ന് ഒരാൾ മാറിപ്പോയി കഴിഞ്ഞാൽ അവൻ മുനാഫിക്കാണ്. എന്താണ് അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ രഹസ്യത്തിലും പരസ്യത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹയായിരിക്കണം. അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. നമ്മൾ മുഹീദ്ദീൻ റാത്തിബിൽ ചൊല്ലുന്നൊരു ദിക്റുണ്ട്, അല്ലാഹു ഹദീ അല്ലാഹു നദീ അല്ലാഹു ഷാഹിദീ അല്ലാഹു മഈ. ഇതായിരുന്നു മഹാന്മാരുടെ, ഇതായിരുന്നു മുഅ്മിനീങ്ങളുടെ വിശ്വാസം. എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹ് ഉണ്ട് എന്നുള്ളതായ ചിന്ത. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് തെറ്റു ചെയ്യാൻ സാധ്യമല്ല. നമ്മൾ വിശ്വാസം ആദ്യം ഉറപ്പിക്കേണ്ടത് അല്ലാഹനെ കൊണ്ടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ക്ലിയർ ആകാത്ത കാലഘട്ടത്തോളം നമ്മൾ ഒരിക്കലും വിശ്വാസിയാകുന്നില്ല, മുനാഫിക്ക് തന്നെയാണ്. വീണ്ടും പറയുന്നു, സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ടാമതായ കാര്യം എന്താണ്? മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ നാസിസവും ഫാസിസവും അതേപോലെ തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ യുക്തിവാദികൾ ചർച്ച ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. മലക്കുകളുടെ ആ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹനെ കൊണ്ടുള്ള ചർച്ച വേറൊരു ഭാഗം, അതേപോലെ തന്നെയാണ് മലക്കുകളെ കൊണ്ടുള്ള ചർച്ച വേറൊരു ഭാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിമീങ്ങളെ ഞാൻ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ കണ്ടപ്പോൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണ്, നമ്മുടെ സമുദായം എന്ന പേര് പറയാൻ പാടില്ല, അങ്ങനെ തന്നെ പറയേണ്ടി വരും, തട്ടമിട്ടിട്ടുണ്ട്, യൂണിഫോം ഇട്ടിട്ടുണ്ട്, കോളേജിൽ പഠിക്കുന്ന പെണ്ണ് പറയുന്നു, എനിക്ക് ദൈവവിശ്വാസമില്ല, എനിക്ക് ദൈവവിശ്വാസമില്ല. ചില സംഘടനകൾ സ്കൂളുകളിലെ ഇല്ലെങ്കിൽ കോളേജുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില സംഘടനകൾ ദൈവവിശ്വാസത്തിനെതിരെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ പെൺമക്കളാണ് ഏറ്റവും കൂടുതൽ അതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നത്. ആ പെൺമക്കൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ചെറുപ്പക്കാരും പെൺമക്കളും അതിന് അഡിക്റ്റാണെന്ന്, ദൈവവിശ്വാസത്തിനെതിരെ ഇന്ന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കോളേജിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ജുമുഅ സമയത്ത് പ്രത്യേകം സ്റ്റഡി കൊടുക്കുന്നു. ഈ സംഘടനകൾ അവർ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ ജുമുഅ പോകേണ്ട സമയത്ത് അവിടെ പ്രത്യേക ക്ലാസ്, അവർക്ക് ഇൻട്രസ്റ്റ് ആകുന്ന രൂപത്തിൽ DJ പരിപാടികളും, അതേപോലെ ഇന്ന് കലാലയങ്ങൾ കാമാലയങ്ങളായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയം അതായത് ചെറിയ പെരുന്നാളിന് ശേഷം എനിക്ക് പൊന്മുടിയിൽ വെച്ചിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. പൊന്മുടിയിൽ ഞാൻ സംഘടന പ്രവർത്തിക്കുന്നത് കൊണ്ട്, SKSൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്, ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇബാദിൻ്റെ ചെയർമാനാണ്. അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ചൊരു സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ എനിക്കുണ്ടായതായ ഒരു പ്രത്യേകമാകുന്ന ഒരു സ്റ്റഡി ക്ലാസ്സിൽ അവർ എണ്ണമിട്ടുകൊണ്ട് പ്രൊഫസർമാർ പറഞ്ഞു തരികയാണ്. ഉസ്താദന്മാരുടെ മക്കൾ പോലും കോളേജിൽ വന്നാൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളൊക്കെ എടുത്ത് ഫുട്ടേജ് സഹിതം, ഫോട്ടോ ഫുട്ടേജ് സഹിതം അവരെടുത്ത് ക്ലാസ് കാണിച്ചു തരികയാണ്. അത്രമാത്രം ഒരു ഉസ്താദിൻ്റെ മകള് പോലും അല്ലാഹു എന്നുള്ളതായ ചിന്തയിൽ നിന്ന് മാറി
അവർ ദൈവവിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിലേക്ക് കോളേജുകളിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളും കോളേജിൽ പോകുന്നവരാണ്, സ്കൂളുകളിൽ പോകുന്നവരാണ്. എത്രമാത്രം ദൈവവിശ്വാസം ഉണ്ടെന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതായത് രണ്ടാമതായി പറയുന്നു, മലക്കുകളെ കൊണ്ടുള്ള വിശ്വാസമാണ്. അടുത്ത വിശ്വാസം എന്തെന്നറിയോ പ്രിയമുള്ള സഹോദരങ്ങളെ? കിതാബുകളെ കൊണ്ടുള്ള വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കിതാബുകളാണ് ഇറക്കിയിട്ടുള്ളത്. നാം പഠിക്കേണ്ടതുണ്ട്. വെറും ഖുർആനും ഇഞ്ചീലും സബൂറും തൗറാത്തും മാത്രം പഠിച്ചാൽ പോരാ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ഏടുകൾ എത്രയാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയുമോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇറക്കി കൊടുത്ത ഏടുകൾ എത്രയാണെന്ന് അറിയുമോ? അതേപോലെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട്. എത്രയോ 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 പഠിക്കാൻ എനിക്കും നിങ്ങൾക്കും കിടക്കുന്നുണ്ട്. എന്നിട്ടാണോ ഞാൻ നിങ്ങളും ഭൗതികയുടേതായ ഭ്രമത്തിൽ ആണ്ടുപോയിട്ടുള്ളത്? എത്രയോ പഠിക്കാൻ എനിക്കും നിങ്ങൾക്കുമുണ്ട്, എത്രയോ പഠിക്കാനുണ്ട്. അതെല്ലാം കളഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പിന്നാമ്പുറങ്ങളിൽ പോവുകയാണ്. സ്വന്തം ജീവിതത്തിനെ മെച്ചപ്പെടുത്തി ചിട്ടപ്പെടുത്തി എടുക്കാതെ മറ്റുള്ളവന്റെ ജീവിതത്തിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ പോകുന്നവരായിട്ട് ഇന്ന് മുസ്ലിം സമുദായം മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ കിതാബുകളെ പറ്റിയിട്ട് നമുക്ക് വിശ്വാസം വേണം. അതിന് ഏതൊക്കെ കിതാബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് ഇറക്കിയതെന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? ഇപ്പോൾ 6ാം ക്ലാസ് മദ്രസയിൽ പഠിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ പഠിത്തം നിർത്തുകയാണ്. സ്കൂളിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്കൂളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 6ൽ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ വിടുന്ന കാലഘട്ടം. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെയുള്ളൊരു സംവിധാനം കേട്ടിട്ടില്ല. ഈ ഒരു 2018 ശേഷമാണ് ഇത്രമാത്രം ഒരു ഭൗതികതയോട് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായി മാറിക്കുന്നു. സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 2 നേരം ട്യൂഷൻ എന്തിനാണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 2 നേരം ട്യൂഷൻ, അത് മദ്രസ സമയത്ത്. പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മദ്രസ കട്ടിയത് സ്കൂൾ മാത്രമാകും. ഈ മാതാപിതാക്കളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ക്വസ്റ്റ്യൻ ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒരു സംവിധാനം, മദ്രസ സംവിധാനവും പള്ളി സംവിധാനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നതിന് 1000 ശുക്ർ ഞാനും നിങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഉത്തരേന്ത്യൻ പോലെയുള്ള സ്ഥലങ്ങളിൽ, സംസ്ഥാനങ്ങളിൽ പോയി സന്ദർശിച്ചു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകും. നിസ്കരിക്കാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, എന്താണ് മുസ്ലിം എന്ന് പോലും അറിയാത്ത രൂപത്തിൽ അങ്ങനെ ഒരുമാതിരി ഇതേപോലെ നാൽക്കാലികളെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം നാമധാരികളുള്ള കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹ് എനിക്കും നിങ്ങൾക്കും ചെയ്യുന്ന സൗകര്യത്തിന് ഞാനും നിങ്ങൾ പുറകാല് കൊണ്ട് ചവിട്ടിക്കളഞ്ഞാൽ അള്ളാഹ് എനിക്കും നിങ്ങൾക്കുമെതിരെ നാളെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരുവിധ തർക്കവുമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് നാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. കിതാബുകൾ എത്രയാണ് ഇറക്കി തന്നിട്ടുള്ളത്, അതിലെ വിശ്വാസം എനിക്കും നിങ്ങൾക്കും വേണം. ഖുർആൻ എന്ത് പറഞ്ഞുവോ അതാണ് ഞാൻ അടിവരയിട്ട് പറയുന്നത്. എന്താണ് കിതാബുകളുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖുർആൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ വിവർത്തനമാണ്, അതിൻ്റെ വിശദീകരണമാണ് സുന്നത്ത് ഹദീസ്, അതിൻ്റെ വിശദീകരണമാണ് ഫിഖ്. ഈ ഫിഖിലും ഖുർആനിലും ഹദീസിലും ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിന് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത എനിക്കും നിങ്ങൾക്കും എന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. ആ പ്രവണത മാറ്റി നിർത്തണം ഞാനും നിങ്ങളും. ഖുർആൻ പറയുന്നത് ഒരു കാര്യം ഖുർആൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഖുർആനല്ലേ, ഹദീസ് പറഞ്ഞാൽ ഹദീസല്ലേ, അത് ഫിഖിൽ പറഞ്ഞാൽ ഫിഖിന്റെ പണ്ഡിതന്മാരല്ലേ പറഞ്ഞത് എന്നുള്ള രൂപത്തിലായിട്ടൊന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെ ഈമാനിനെ പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. 4ാമതായി പറയുന്നു, പ്രവാചകന്മാരോടുള്ള വിശ്വാസം അത് എൻ്റെയും നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ വേണം. പ്രവാചകന്മാരോടുള്ള വിശ്വാസം എൻ്റെയും നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ വേണം. അതിന് ഞാനും നിങ്ങൾ പ്രവാചകന്മാരെ എത്രയുണ്ടെന്ന് പഠിക്കേണ്ടതുണ്ട്. എത്ര പ്രവാചകന്മാരുണ്ടെന്ന് എനിക്കും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. പണ്ട് കാലങ്ങളിൽ ഉപ്പമാരെ ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേരുകൾ പദ്യത്തിലായി ഗദ്യത്തിലായി പാടിക്കൊണ്ടിരുന്നു.
പദ്യത്തിലായി ഗദ്യത്തിലായി പണ്ട് കാലങ്ങൾ ഉപ്പമാര് അവിടെ നിന്ന് 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിനെ പാടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഉസ്താദേ, അപ്പോൾ ഒരു മുഹമ്മദ് നബിയുടെ ചരിത്രം മാത്രമാണോ ഖുർആനിൽ പറഞ്ഞത്? ബാക്കിയും പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എനിക്കും നിങ്ങൾക്കും ഇപ്പോൾ വന്നു പോയിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, 25 പ്രവാചകന്മാരെ ഖുർആൻ എണ്ണി പറഞ്ഞിട്ടും ഖുർആനിൽ തന്നെയും അതേപോലെ പ്രവാചകന്മാരുടേതായ അനന്തരങ്ങളെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. 1 ലക്ഷത്തിൽ വരുന്നതായ പ്രവാചകന്മാരെ, 1.25 ലക്ഷം ഇല്ലെങ്കിൽ 2 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ എണ്ണി പറയുന്നതായി ഖുർആനിലും ഹദീസിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ആര് പഠിക്കുന്നു? ഇന്ന് പഠിച്ചാൽ തന്നെ വിശ്വാസമാർക്കാനുള്ളത്? ഈമാനൊന്ന് പരിശോധിക്കണം. മുസ്ലിമായ, അതാണ് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത്, മുസ്ലിമായ ഒരു വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ജനിച്ചത് കൊണ്ട് ഞാനെന്തെങ്കിലും മുസ്ലിമാവുകയില്ല, മുഅ്മിനാവുകയില്ല. ഈമാനിനെ കൃത്യമായി അളന്നു മുറിച്ച് പഠിച്ചില്ല എങ്കിൽ എൻ്റെയും നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. അതാണ് മഹാനാകുന്ന പണ്ഡിതന്മാര് ഉദാഹരണം പറയട്ടെ. 32 കൊല്ലമാണ് അദ്ദേഹം പഠിച്ചത്. എത്ര കൊല്ലം? 32 കൊല്ലമാണ് മഹാനാകുന്ന കിതാബുകൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന കിതാബ് എത്രയാണ്? കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 6ാം ക്ലാസ് 5ാം ക്ലാസ് മദ്രസ ക്ലാസ്. ഉസ്താദന്മാരെന്ന് പഠിക്കുന്നതോ 12 കൊല്ലം 10 കൊല്ലം പഠിക്കുമ്പോഴേക്കും അവരുടെ കല്യാണ പ്രായം എത്തുമ്പോഴേക്കും അവർ ഡിഗ്രി എടുത്ത് പുറത്തു പോവുകയാണ്. 32 കൊല്ലമാണ് പഠിച്ചത് മഹാനാകുന്ന എന്നിട്ട് പറയുകയാണ് എൻ്റെ ഈമാൻ പൂർത്തിയായില്ല. ആരാ പറയണേ? ആരാ പറയുന്നേ? മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുന്നു 32 കൊല്ലം കിതാബുകളെ പഠിച്ചിട്ട് പറയുന്നു എൻ്റെ ഈമാൻ പരിപൂർണമായോ ഇല്ലയോ എന്നെനിക്ക് സംശയമാണ്. അദ്ദേഹത്തിൻ്റെ മുരീദന്മാരാണെന്ന് കേരളത്തിലുള്ളത്, ലോകത്ത് നിന്ന് പ്രശംസകരമായി നിൽക്കുന്നത്. അദ്ദേഹം പറയുന്നു, എനിക്ക് വീണ്ടും ഈമാനിനെ പറ്റി പഠിക്കേണ്ടതുണ്ട്, അള്ളയെ ഞാൻ ഇനിയും സ്നേഹിച്ചിട്ടില്ല, ഇനിയും എനിക്ക് പഠിക്കേണ്ടതുണ്ടെന്ന് മഹാനാകുന്ന മുഹീദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ പഠിക്കേണ്ടത് നമ്മളുടെ ഈമാനിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അതിലുള്ള കേടുകളെ പുറത്താക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതേപോലെ തന്നെയാണ് ഇന്ന് യുക്തിവാദികൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. 5ാമതായ ഹബീബായ തങ്ങൾ പറയുകയാണ്, വൽയൗമിൽ ആഖിർ, അവസാന നാളിനെ കൊണ്ട് വിശ്വാസം വേണേ, അവസാന നാളിനെ കൊണ്ട് വിശ്വസിക്കണേ. അതല്ലേ ISROയുള്ളതായ ശാസ്ത്രലോകം എന്ന് പറയുന്നത്. ഈ ഭൂമിക്കതേ ഒരു അവസാനമുണ്ടെന്ന് ശാസ്ത്രലോകം വരെ തെളിയിക്കുമ്പോ ബുദ്ധിക്ക് ഭ്രമണത സംഭവിച്ചു പോയ യുക്തിവാദികൾ പറയുന്നുണ്ട്. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും പറയപ്പെടുന്നുണ്ട്, ഭൂമിയതേ അവസാനിക്കുന്നില്ല. ഒരു ബിഗ് ബാങ് തിയറിയിൽ കൂടെയാണ്, ഒരു സ്ഫോടനത്തിൽ കൂടെയാണ് ഈ ഭൂമി ഉൾക്കൊണ്ടതെന്നും ഈ യുക്തിവാദികൾ പറയുമ്പോൾ, അതേപോലെ ഒരു ബിഗ് ബാങ്, ഒരു സ്ഫോടനം നടന്നുകൊണ്ട് ഈ ഭൂമിയെ നശിച്ചു പോകുമെന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? പ്രിയമുള്ള സഹോദരങ്ങളെ, അത് യുക്തിവാദമെന്നല്ല പറയാനുള്ളത്, യുക്തിയില്ലാത്ത വാദമാണ്. ഇന്ന് നാസിസവും ഫാസിസവും അതേപോലെ തന്നെയാണ് ഈ വരുന്നതായ ആളുകൾ പുറത്തു തള്ളിക്കൊണ്ടിരിക്കുന്നത്, യുക്തിവാദികൾ പുറത്തു തള്ളിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ശരിയാകണം, പിന്നെ മക്കളെ ശരിയാക്കാൻ പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ പരിപൂർണമായി ഉറപ്പിച്ചു നൽകുമാറാകട്ടെ. അതേപോലെ 6ാമതായ ഹബീബായ തങ്ങൾ പറഞ്ഞത്, വതുഅ്മിനു ബിൽ ഖദരി വൽ ഖൈരി വശർരി മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്നാണ് ഖൈറുണ്ടാകുന്നത്, അല്ലാഹുവിൽ നിന്നാണ് ശർറുണ്ടാകുന്നത്. ഇതെല്ലാം അല്ലാഹുവിന്റെ ഖദർ ഖദാഇൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ ഞാനും നിങ്ങളും വിശ്വസിച്ചില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെ ഈമാൻ പരിപൂർണമല്ല. ഇന്ന് നമ്മുടെ നാട്ടിലും ഖദർ ഖദാഇനെ വിശ്വസിക്കാത്ത ഖാദിരിയാക്കള് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഖദർ ഖദാഇന് വിശ്വാസമില്ല. ഖദർ ഖദാ, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം
അവർക്ക് ഇല്ലാത്ത ആളുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ട്. മുമ്പ് കാലങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ അധികരിച്ചുകായി കടന്നു പോകുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനേറെ തൊടുപുഴ ഭാഗത്ത് നിന്ന് അതിനൊരു സംഘടന പോലും ഉണ്ടതായി കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിയും. അവരുടെ ആദർശം അവർ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. ആദർശം മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവച്ച് നടക്കുകയാണ്. എന്തിനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വാദപ്രതിവാദം നടത്തുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, അത് പഠിക്കേണ്ടതാണ്. വാദപ്രതിവാദം നടത്തുന്നതിന്റെ കാര്യം എന്താണ്? നിങ്ങൾ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്, അടിയാണെന്ന്. അങ്ങനെയല്ല. യഥായ ഹക്കായ ദീനിനെ ഈ നാട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സംവാദങ്ങൾ നടത്തുന്നത്. അത് നമ്മൾ കൃത്യമായി പഠിക്കണം. നമ്മളെ മുമ്പിൽ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അങ്ങനെയല്ല, ദീൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരുമ്പോൾ അതിന് പൊട്ടത്തെറ്റാണെന്ന് അലിഫുബാഗ് പോലും അറിയാൻ പാടില്ലാത്ത ഉപ്പാപ്പമാരോട് പോയിട്ട് പറയും അങ്ങനെയല്ല, ദീൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അവരങ്ങനെയാണെന്ന് വിശ്വസിക്കും. അത് ഏറ്റവും വലിയ വഴി കണ്ടുപിടിക്കുന്നത് അത് പറയുന്ന ഉസ്താദന്മാരെ നിങ്ങൾ അവഗണിച്ചാൽ മതി. പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റാണ് ഏത്? RSSനെ കണ്ടാൽ നിങ്ങൾ വെറുതെ വിടണം, ഉസ്താദിനെ കണ്ടാൽ തല്ലിക്കൊല്ലണം. ഒരു നേതാവ് പറഞ്ഞ കാര്യമാണ്. ഇപ്പോഴും ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ക്ലിപ്പ് കിടപ്പുണ്ട്. ഒരു നേതാവ് പറഞ്ഞ കാര്യമാണ്. കാര്യം എന്താണ്? ഉസ്താദന്മാരാണ് ദീൻ വളർത്തുന്നത്. ഉസ്താദന്മാർ ദീൻ വളർത്തുകയാണ്, ലവന്മാർ ദീനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലുള്ള മുനാഫിക്കാണ് ആര്? നമ്മുടെ കൂടെ ഉണ്ടാകുന്ന മുസ്ലിം എന്ന് പറയുന്ന അപ്പുറവും ഇപ്പുറവും ചാടി നിൽക്കുന്ന ടീമുകൾ. പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാനിനെ വെള്ളത്തിലാക്കിക്കൊണ്ട് അവസാനം നമ്മൾ മുശ്രിക്കായി മരണപ്പെട്ടു പോകുന്നതിന് തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഖദർ ഖളാഇന്റെ ആളുകൾ നമ്മുടെ നാടുകളിലുമുണ്ട്. നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവര് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്നവരാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അറിയില്ല. അതുകൊണ്ട് പ്രത്യേകമായി നമ്മൾ അവരെ പറ്റിയിട്ട് പഠിക്കേണ്ടതും അവരെ പറ്റിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതുമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് സ്വഹാബിമാർ ഭയപ്പെട്ടതുപോലെ, അതേപോലെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഭയപ്പെട്ടതുപോലെ നിഫാഖ് നമ്മുടെ ശരീരത്തിലുണ്ടോ, നമ്മുടെ ഈമാനിനെ കുടികൊണ്ടിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും അവിടെ അതേ പരിശോധന ചെയ്യേണ്ട കാലഘട്ടം അടുത്തിരിക്കുകയാണ്. ആ ഹബീബായ തങ്ങൾ അവസാനമായ ഹദീസിൽ പറയുകയാണ്. ആ ഹദീസിന്റെ അവസാനമായി പറയുകയാണ്, യഥാർത്ഥ മുഅ്മിനാരെന്നറിയോ? ഹബീബായ തങ്ങൾ പറയുകയാണ്, അൻതഅ്ബുദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എന്താണ് ഈമാൻ? കറക്റ്റായ ഈമാൻ എന്നറിയോ? അൻതഅ്ബുദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ലാഹ് നിന്നെ കാണുന്നു എന്നുള്ളതായ ഈമാനോട് കൂടിയിട്ട് നീ ഇബാദത്ത് ചെയ്യണേ. അതാണ് പരിശുദ്ധമായ ഈമാൻ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. നീ അള്ളാഹനെ കാണുന്നില്ല, പക്ഷെ അള്ളാഹ് നിന്നെ കാണുന്നുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടി നീ ഈമാനിനെ പരിപൂർണമായി കൊണ്ട് നീ എന്തു ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. നിസ്കരിക്കുമ്പോൾ, നോമ്പെടുക്കുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, മറ്റുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നീ അള്ളാഹനെ കാണുന്നുണ്ട്. അള്ളാഹ് എന്നെ കാണുന്നില്ലെങ്കിൽ, ഞാൻ അള്ളാഹനെ കണ്ടില്ലെങ്കിൽ അള്ളാഹ് എന്നെ കാണുന്നുള്ളൂ എന്ന ബോധത്തോടു കൂടിയായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പേരിന് മാത്രം ഒരു നാമധാരികയായ മുസ്ലിം ആകുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.